മമ്മൂട്ടി നായകനായി എത്തുന്ന ഹൊറർ ചിത്രം ബ്രഹ്മയുഗം റിലീസിന് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ചിത്രവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാണ്. ഹൊറർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി ആയതുകൊണ്ട് തന്നെ ചർച്ചയ്ക്കുള്ള വകയുണ്ട് താനും. സോഷ്യൽ മീഡിയയിൽ ചിത്രത്തെക്കുറിച്ച് നടക്കുന്ന ചില രസകരമായ ചർച്ചകൾ നോക്കാം. ഒന്നാമതായി ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരാണ്. കരിയറിൽ വ്യത്യസ്തവും ഇതുവരെ കാണാത്ത ലുക്കിലും എത്തുന്ന നടന്റെ കഥാപാത്രത്തിന്റെ പേരെന്താണെന്നറിയാൻ പ്രേക്ഷകർക്ക് ആവേശം ഏറെയാണ്. ഇതുവരെ അതേക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടില്ല താനും. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ചാ വിഷയം കഥാപാത്രത്തിന്റെ പേരെന്താണെന്നത് സംബന്ധിച്ചാണ്. കുഞ്ഞാമൻ പോറ്റി എന്നാണ് ചിത്രത്തിലെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരെന്നാണ് ഭൂരിഭാഗവും പറയുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തെത്തിയ ബ്രഹ്മയുഗത്തിന്റെ സൗണ്ട് ട്രാക്കിൽ നിന്നാണ് ഇക്കൂട്ടർ ഈ പേര് കണ്ടെത്തിയിരിക്കുന്നത്. കുഞ്ഞാമൻ പോറ്റി തീം, പൂമണി മാളിക, തമ്പായെ, ആദിത്യനില്ലാതെ, ദി ബിഗിനിങ്, ദി ഏജ് ഓഫ് മാഡ്നസ് തുടങ്ങിയ സൗണ്ട് ട്രാക്കുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തെത്തിയത്. ഓരോ ട്രാക്കുകളും ചിത്രത്തിലെ ക്യാരക്ടറുകളെ കണക്ട് ചെയ്തുകൊണ്ടാണ് തയ്യാറാക്കിയിരുന്നത്. ബ്രഹ്മയുഗത്തിൻ്റെതായി ഇറങ്ങിയ ആദ്യ പോസ്റ്ററിന്റെ പശ്ചാത്തലത്തിലാണ് ആദ്യ ട്രാക്കായ കുഞ്ഞാമൻ പോറ്റി തീം കാണിച്ചിരുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഉറപ്പായും മമ്മൂട്ടി കഥാപാത്രത്തിന്റെ പേര് കുഞ്ഞാമൻ പോറ്റി എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. രണ്ടാമതായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി എന്ന ഫാക്ടറാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഭൂരിഭാഗത്തിനും അധികം ചിലവില്ലാതെ നിർമ്മിക്കുന്ന സിനിമയാണെന്ന ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ അധികം ചിലവ് വന്നിട്ടില്ലെന്നും ആകെ നിർമ്മാണ ചിലവ് ചിത്രത്തിന്റെ 2.5 കോടി രൂപ മാത്രമാണെന്നാണ് ഒരു കൂട്ടർ അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല, കോസ്റ്റ്യൂം വിഭാഗത്തിൽ 12 വെള്ളമുണ്ടുകളുടെ ചിലവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ തുടങ്ങി രസകരമായ ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും. നിർമ്മാണ ചെലവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ രൂക്ഷമായതോടെ ഒടുവിൽ നിർമ്മാതാവ് തന്നെ നേരിട്ടെത്തുകയും ചെയ്തു. പബ്ലിസിറ്റി ചെലവുകൾ കൂടാതെ 27.73 കോടി രൂപയാണ് നിർമ്മാണ ചെലവായതെന്നായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാവായ ചക്രവർത്തി രാമചന്ദ്ര മറുപടി നൽകിയത്. ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടി കഥാപാത്രത്തിന്റെ സ്ക്രീൻ പ്രസൻസിനെ കുറിച്ചും ചർച്ചകളുണ്ട്. വെറും 50 മിനിറ്റ് മാത്രമാണ് മമ്മൂട്ടി സ്ക്രീനിൽ ഉണ്ടായിരിക്കുകയെന്നും സിനിമയുടെ മെയിൻ റോൾ അർജുൻ അശോകനാണെന്നുമാണ് ചിലർ പറയുന്നത്. ഈ പറഞ്ഞ ചർച്ചകൾ കൃത്യമാണോ എന്നറിയാൻ ഏതാനും ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി. ദി ഏജ് ഓഫ് മാഡ്നസ് എന്ന ടാഗ് ലൈനോടെ എത്തുന്ന ചിത്രം വർഷങ്ങൾക്കിപ്പുറം എത്തുന്ന അഥവാ പുതിയ കാലത്തിറങ്ങുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷണാടിസ്ഥാന ചിത്രമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്നതാണ് അതിനുള്ള കാരണം. എന്തായാലും അഭിനയത്തിൽ വ്യത്യസ്തത കൊണ്ടുവരുന്ന മഹാനടന്റെ പകർന്നാട്ടം പ്രേക്ഷകരെ നിരാശരാക്കില്ലെന്ന കാര്യം ഉറപ്പാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.